ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 69. 7/5/1988. പരിശുദ്ധ മറിയം. വസൂല, ചെന്നായ്ക്കളുടെ തീപ്പൊള്ളുന്ന വാക്കുകൾ നിന്റെ വ്യക്തിത്വത്തെ മുറിവേൽപ്പിക്കുമ്പോഴെല്ലാം ഞാൻ നിന്നെ സമാശ്വസിപ്പിക്കും. എന്റെ പുത്രന ദാഹം ശമിപ്പിക്കുക. സ്നേഹത്തിന് വേണ്ടിയുള്ള യേശുവിന്റെ അടങ്ങാത്ത ദാഹത്തെ ശമിപ്പിക്കുക. നമുക്കൊരുമിച്ച് പിതാവിനോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ തൃപ്പാദത്തിന് മുന്നിൽ ഞാൻ കുമ്പിട്ട് ആരാധിക്കുന്നു. ഞാൻ അങ്ങിൽ പ്രത്യാശിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഞാൻ അങ്ങയെ അനന്തമായി സ്നേഹിക്കുന്നു. ആമേൻ. ഞാൻ ഈ പ്രാർത്ഥന ആവർത്തിച്ചു ചൊല്ലി. പരിശുദ്ധ മറിയമേ, അങ്ങേക്ക് നന്ദി. അങ്ങയിൽ ആശ്രയിക്കുവാൻ എന്നെ അനുവദിക്കണമേ. പ്രിയപ്പെട്ടവളെ, എൻ്റെ പുത്രനും ഞാനും നിന്നെ ഒരിക്കലും വിട്ടുപിരിയുകയില്ല. ഇപ്പോഴെൻ്റെ പുത്രൻ പറയുന്നത് ശ്രവിക്കുക. ദേഹി, യേശുവായ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവെ, നമ്മൾ എന്താണ് ചെയ്യുന്നത്? എന്താണ് ഇനിയുള്ള നിർദ്ദേശങ്ങൾ എന്നാണ് ഞാൻ അർത്ഥമാക്കിയത്? എല്ലാം ഞാൻ നിർവഹിക്കുന്നതാണ്. ഞാനാണ് ഏക പരിശുദ്ധ സഭ. സഭകൾ ഐക്യപ്പെട്ട് ഏക സഭയാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്നെ തിരസ്കരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എപ്പോഴും ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. വളരെ ആർദ്രമായ സ്നേഹത്തോടെയാണ് യേശു ഇക്കാര്യം പറഞ്ഞത്. കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ മൂലം നീ ക്ലേശിക്കുമ്പോൾ എന്റെ അടുക്കിലേക്ക് വരിക. ഇപ്പോൾ എന്നെ ശ്രവിക്കുക. ഇവാഞ്ചലിക്കൽ സഭയിലെ ആ പുരോഹിതൻ എന്റെ പുറത്ത് അതിക്രൂരമായി ചമ്മട്ടി കൊണ്ടടിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മത്യാഗത്തിലൂടെ ആ പുരോഹിതന്റെ കുറവുകളെ പരിഹരിക്കുവാൻ അയാൾ തയ്യാറാണോ എന്ന് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വഴിതെറ്റിയ ഈ ആടിനു വേണ്ടി പ്രാർത്ഥിക്കുക. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ പ്രിയപ്പെട്ടവളെ, എല്ലാ വെള്ളിയാഴ്ചകളിലും റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ച് അയാൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുക. നിന്റെ രക്ഷകന്റെ സഹനങ്ങൾ ലഘൂകരിക്കുവാൻ നീ തയ്യാറാണോ? പ്രിയപ്പെട്ട ദേഹി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വസൂല, എന്നെ ശ്രവിക്കുക. എന്റെ രാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. എന്റെ ഹൃദയത്തിനിണങ്ങിയ പത്രോസേ, എന്റെ ആടുകളുടെ ഇടയനായ പത്രോസേ, എന്റെ ആടുകളുടെ ഇടയനായ പത്രോസ് എന്ന വിശുദ്ധ നാമമാണ് പത്രോസിന് ഞാൻ നൽകിയത്. എന്നാൽ കായന്മാർ അവനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും ഞാൻ അവന് നൽകിയ കിരീടം അവനിൽ നിന്ന് മോഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ കർത്താവായ ഞാൻ അവനെ സ്നേഹിക്കുന്നു. എന്തെന്നാൽ അവൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. മോഷ്ടിക്കപ്പെട്ട കിരീടം ഞാൻ അവന് തിരിച്ചു കൊടുക്കും. എന്റെ ശരീരമായ സഭയുടെ തേജസ്സിനെ മങ്ങലേൽപ്പിച്ച വേരുകളില്ലാത്ത ഒഴുകി നടക്കുന്ന വ്യാജരാജ്യങ്ങളെ ഞാൻ അധികാരത്തിൽ നിന്ന് പുറത്താക്കും. ഈ വ്യാജരാജ്യങ്ങളെ ഞാൻ തിരിച്ചോടിക്കും. എന്റെ യഥാർത്ഥ രാജ്യത്തെ എന്റെ പ്രകാശത്തിൽ ഒരു തീപ്പന്തം പോലെ ഞാൻ അവരോധിക്കും. പത്രോസിന് അവന്റെ സിംഹാസനം ഞാൻ തിരിച്ചു നൽകും. അവനെ ഞാൻ അധികാരത്തിൽ അവരോധിക്കും. അവന്റെ കയ്യിൽ ഞാൻ ഒരു ഇരുമ്പ് കൊണ്ടുള്ള ചെങ്കോൽ നൽകും. അതുവഴി എന്റെ ആടുകളുടെ ഇടയനായി ഭരിക്കുവാനുള്ള അധികാരം ഞാൻ അവന് നൽകും. മാലാഖമാർ ആടുകളെ തള്ളി കൂട്ടിൽ കയറ്റുന്ന ഒരു ദർശനം ഞാൻ കാണുകയുണ്ടായി. ചിതറിക്കപ്പെട്ട എന്റെ ആടുകളെ ഞാൻ ഒരുമിച്ച് കൂട്ടും. എന്റെ ആടുകളെ ഞാൻ ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം എന്റെ കരങ്ങളാൽ ഈ തൊഴുത്തിനെ ഞാൻ വലയം ചെയ്യും. യാതൊരുവനും പിശാചിന് പോലും എന്റെ ആടുകളിൽ ഒന്നിനെ പോലും മോഷ്ടിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല. എന്റെ മേലങ്കി ഞാൻ അവയുടെ മേൽ വിരിച്ചുകൊണ്ട് എന്റെ ചൂടിൽ ഞാൻ അവയ്ക്ക് സംരക്ഷണം നൽകും. ഞാൻ ഭൂമിയിൽ ശരീരത്തോടുകൂടിയായിരുന്നപ്പോൾ പത്രോസിന് ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നതെല്ലാം അവന് ഞാൻ തിരിച്ചു നൽകും. എന്റെ അഭീഷ്ടത്തെ ആരും ലംഘിക്കുകയില്ല. ഇപ്പോഴത്തെ സ്ഥിതിക്ക് കാരണം നിങ്ങളുടെ പ്രവൃത്തികളാണ്, എന്റേതല്ല. അരാജകത്വത്തെയും വിമതരുടെ കലാപ്രവർത്തനങ്ങളെയും ഞാൻ വെറുക്കുന്നു. വസൂല, എന്റെ മണവാട്ടി, സഹോദരങ്ങളെ, നിങ്ങൾ വയ്ക്കുന്ന ഓരോ ചുവടുവയ്പും കർത്താവായ ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവായ ഞാൻ പെട്ടെന്ന് എന്റെ ദേവാലയത്തിൽ പ്രവേശിക്കും. ഞാൻ നിങ്ങളുടെ വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നെ നിങ്ങൾ അകത്ത് പ്രവേശിപ്പിക്കുമോ? എന്റെ കൈവശം എന്റെ രക്ഷാകര പദ്ധതിയുണ്ട്. എന്റെ ചുരുളിൽ എല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്. പത്രോസിന്റെ സിംഹാസനത്തെ ആദരിക്കേണ്ടിയിരുന്ന വിധം ആദരിക്കേണ്ടതിന് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയുമായ എന്റെ രക്ഷാകര പദ്ധതിയെ ക്രമപ്പെടുത്തിയിരിക്കുന്നുവെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്.
പത്രോസിന് ഇടയന്റെ കിരീടം തിരിച്ചു നൽകുന്നതിനാണ് ഞാൻ വരുന്നത്. പത്രോസിനെ സമീപിക്കുക, പത്രോസിനെ സമീപിക്കുക, നിങ്ങളുടെ കർത്താവിനെ സമീപിക്കുക. കർത്താവെ, അങ്ങേക്ക് നന്ദി. സന്ദേശം എഴുതിയെടുക്കുന്നതിൽ മടുപ്പ് തോന്നരുത്. നമ്മൾ നമുക്ക്. അതേ കർത്താവെ, നമ്മൾ നമുക്ക്. 10/5/1988. എൻ്റെ കർത്താവെ, ഞാനാണ്, എന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ഞാനാണ് നിന്റെ സമാധാനം. വരൂ, പ്രലോഭനത്തിന് വഴങ്ങിക്കൊടുക്കരുത്. എന്റെ മാർഗങ്ങൾ ഓർത്തുകൊണ്ട് എന്നിൽ നിന്ന് പഠിക്കുക. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. കുന്തുരുക്ക ധൂപം പോലെ നിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും സ്വർഗത്തിലേക്ക് വരുന്ന പ്രാർത്ഥനയായി മാറട്ടെ. എന്നോട് സുസ്ഥിരമായ ബന്ധത്തിലായി തീരുക. നിന്റെ മനസ്സ് എന്നിലേക്ക് ഉയർത്തുക. എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നിന്നിലുള്ള എല്ലാ നന്മകളും എന്നിൽ നിന്ന് വരുന്നു. ഞാൻ നിന്നെ പുനരുജ്ജീവിപ്പിച്ചിരിക്കുന്നു. സന്ദേശം എഴുതിയെടുക്കുക. എൻ്റെ അടുത്തിരിക്കുന്ന യേശു അവിടുത്തെ കരം എൻ്റെ തോളിൽ വച്ചിരിക്കുന്നതായി ഞാൻ ദർശനത്തിൽ കാണുന്നു. ഞാൻ നിനക്ക് രൂപം നൽകി. എന്റെ കരങ്ങളാൽ ഞാൻ നിന്നെ വലയം ചെയ്തു പിടിക്കും. പുഷ്പമേ, എന്നോട് സംസാരിക്കുക. എന്നോടുള്ള നിന്റെ സംഭാഷണങ്ങൾ നീ കുറച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സർവ്വവും നൽകുന്നു. എന്റെ പ്രവൃത്തി ഞാൻ നീയുമായി പങ്കുവയ്ക്കുന്നു. അതിനാൽ നിന്റെ മണവാളനും പരിശുദ്ധ സന്തത സഹചാരിയുമായ ഞാനുമായി നിനക്കുള്ളതെല്ലാം പങ്കുവയ്ക്കുക. നിന്റെ അനുദിന പ്രവൃത്തികൾ ഞാനുമായി നീ പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ വസൂല, സംസാരിക്കുന്നതിനായി നിന്റെ അധരങ്ങൾ നീ തുറക്കുമ്പോൾ പരിശുദ്ധമായ വാക്കുകൾ മാത്രം അവ ഉച്ചരിക്കട്ടെ. അവ പ്രാർത്ഥനകൾ ഉരുവിടട്ടെ. നിരന്തരമായ പ്രാർത്ഥനയിൽ നീ വ്യാപരിക്കുക. കർത്താവെ, എങ്ങനെയാണ് നിരന്തരമായ പ്രാർത്ഥനയിൽ വ്യാപരിക്കുവാൻ കഴിയുക? ഇതെങ്ങനെ സാധിക്കുമെന്ന് ഞാൻ നിന്നോട് പറയാം. നിന്റെ മനോഭാവം, നിന്റെ ചിന്തകൾ, നിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ ധ്യാനങ്ങൾ, നിന്റെ വിചിന്തനങ്ങൾ, നിന്റെ സേവനങ്ങൾ, നിന്റെ ആവശ്യങ്ങൾ, നിന്റെ സർവ്വകാര്യങ്ങളും പ്രാർത്ഥനയായി തീരട്ടെ. എന്റെ രൂപം ദൈവം ആത്മാവാണ്. ദൈവത്തിൻ്റെ രൂപം എന്നത് ആത്മതത്വമാണ്. ദൈവം അവിടുത്തെ രൂപമായ ആത്മാവിനെ ഓരോ മനുഷ്യരിലും നിക്ഷേപിച്ചിരിക്കുന്നു. ഈ വിശദീകരണം ദൈവത്തിൻ്റെ രൂപം എന്താണെന്ന് വ്യക്തമാക്കുന്നതിനു വേണ്ടി പരിഭാഷകൻ കൂട്ടിച്ചേർത്തതാണ്. നമ്മിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന പരിശുദ്ധിയാണ് നമ്മിലെ ആത്മാവ്. നിനക്ക് നൽകിയിരിക്കുന്ന ഓരോ സാധ്യതകളും നിന്നിലെ പരിശുദ്ധി സജീവമാക്കണം. ഈ പരിശുദ്ധി നിനക്ക് നൽകിയത് ഞാനാണ്. എന്നാൽ ഈ പരിശുദ്ധി എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനുഷ്യർ മറന്നുപോയി. ഓരോ മനുഷ്യ വ്യക്തിക്കും ഞാൻ ഈ ദാനം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിൽ നിർജീവമായ അവസ്ഥയിലുള്ള എന്റെ ഈ ദാനത്തെ ഞാൻ ഉജ്ജീവിപ്പിക്കും. ഞാൻ പരിശുദ്ധിയെ സ്നേഹിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കൃപയാൽ എന്നെ പരിശുദ്ധിയാക്കി മാറ്റാമോ? എന്റെ പ്രിയപ്പെട്ടവളെ, ഞാൻ നിന്നെ പരിശുദ്ധിയാക്കി മാറ്റാം. ഓരോ മനുഷ്യ വ്യക്തിയെക്കുറിച്ചുമുള്ള എന്റെ ആഗ്രഹമാണിത്. കർത്താവായ ഞാൻ നിനക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന പാതയാണ് പരിശുദ്ധി. നീ നിന്റെ ദൈവത്തെ നിശബ്ദതയിൽ ആരാധിക്കണം. നിശബ്ദതയിൽ ദൈവത്തെ ധ്യാനപൂർവം ആരാധിക്കുവാനുള്ള കൃപ അവിടുന്ന് എനിക്ക് നൽകിയിട്ടുണ്ട്. അതിന് ഞാൻ ഏകാന്തതയിലായിരിക്കണം. ഏകാന്തതയിൽ, നിശബ്ദതയിൽ ഞാനും നീയും മാത്രം. നീ എനിക്ക് വേണ്ടി ജീവിക്കണം. എന്റെ സൃഷ്ടിയെ ആസ്വദിക്കുക. എന്റെ സൃഷ്ടിയിൽ എന്നെ കണ്ട് എന്നെ സ്നേഹിക്കുക. വസൂല, എന്റെ സൃഷ്ടിയെ സ്നേഹിക്കുക. യേശു എന്നെ നോക്കി. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവിടുത്തെ ഇരു കരങ്ങളും ചേർത്ത് പിടിച്ചുകൊണ്ട് കാൽമുട്ടിൽ മുട്ടുകൈ വെച്ചിരിക്കുന്നതായി ഞാൻ ദർശനത്തിൽ കണ്ടു. അവിടുത്തെ തിരുമുഖം എന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇളം തവിട്ട് സ്വർണ്ണ നിറമുള്ള അവിടുത്തെ നീളമുള്ള മുടി അയഞ്ഞു കിടന്നിരുന്നു. വസൂല, ഇതാ കർത്താവെ, ഞാൻ. നിന്റെ ഹൃദയം എനിക്ക് തരിക. ഞാൻ നിന്റെ ഹൃദയത്തെ എന്റെ തിരുഹൃദയത്തിന്റെ ഉള്ളറയിൽ സൂക്ഷിക്കാം. എന്റെ തിരുഹൃദയത്തിൽ പ്രവേശിക്കുക. ഇവിടേക്ക് പ്രവേശിക്കൂ. യേശു അവിടുത്തെ ചൂണ്ടുവിരലുകൊണ്ട് അവിടുത്തെ തിരുഹൃദയം കാണിച്ചു തന്നു. വരൂ, നീ ജനിച്ച കാലം മുതലേ ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വസൂല, ഞാൻ നിനക്ക് വേണ്ടി ഒരിടം മാറ്റിവെച്ചിട്ടുണ്ട്. കർത്താവെ, എന്റെ ഹൃദയവും എന്റെ ജീവിതവും ഞാൻ അങ്ങേയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നു. എന്റെ സർവവും അങ്ങയുടേതാണ്. അല്ലയോ വസൂല, എന്റെ അഭീഷ്ടം എന്തെന്ന് ഗ്രഹിക്കുവാൻ പരിശ്രമിക്കുക. എന്റെ ഹൃദയസ്പന്ദനങ്ങൾ ശ്രദ്ധിക്കുക. എന്റെ ഓരോ ഹൃദയസ്പന്ദനവും നിനക്ക് വേണ്ടിയുള്ള ഓരോ വിളിയാണ്. എന്തുകൊണ്ടാണ് നീ എന്നെ എതിർക്കുന്നത്? കർത്താവെ, ഞാനാണ്. കർത്താവെ, ഞാൻ അങ്ങയുടെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ നിന്നെ ശ്രവിക്കുകയാണ്. ഞാൻ യേശുവിനോട് ഒരു കാര്യം പറഞ്ഞു. എന്റെ തിരുഹൃദയത്തിൽ പ്രവേശിച്ച് അവിടെ വിശ്രമിക്കുക. ഞാൻ വീണ്ടും യേശുവിനോട് ഒരു കാര്യം പറഞ്ഞു. അതെ, അത് അങ്ങനെയായിരിക്കട്ടെ.
ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പിന്നീട് പരിശുദ്ധ മറിയത്തെ ദൈവമാതാവായി അംഗീകരിക്കാത്ത മനുഷ്യരെ ഓർത്ത് ഞാൻ വളരെയധികം ദുഃഖിക്കുന്നുണ്ട്. ഞാൻ ദുഃഖത്തോടെ കരഞ്ഞു. എനിക്ക് പരിശുദ്ധ മറിയത്തെ സമാശ്വസിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ സാത്താൻ എന്നെ ആക്രമിച്ചു. വസൂല, നിന്റെ കണ്ണുനീർ പിടിച്ചു വെക്കുക. ഇപ്പോൾ കരയരുത്. ആ വേശ്യകളായ രക്തസാക്ഷികളെ ഞാൻ വെറുക്കുന്നു. പുറത്തു പോകൂ സാത്താനെ, പുറത്തു പോകൂ. എന്നിൽ നിന്ന് അകന്നു പോകൂ സാത്താനെ. കർത്താവായ യേശുവേ, ഇത് ഞാനാണ്. സാത്താൻ നിന്നെ എത്രയധികം നിന്നെ വെറുക്കുന്നുണ്ടെന്നും ഞാൻ നിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ മാർഗങ്ങളെ അവൻ എത്രയധികം ദുഷിക്കുന്നുണ്ടെന്നും ഇടയ്ക്കിടെ ഞാൻ നിന്നെ കാണിച്ചു തരും. എന്റെ അമ്മയോടുള്ള സ്നേഹത്താൽ നിന്റെ കണ്ണുനീർ ഒഴുക്കുമ്പോൾ സാത്താൻ കോപവെറിയാൽ ജ്വലിക്കും. നിങ്ങളുടെ പരിശുദ്ധ മാതാവിനെ ദൈവമാതാവായിട്ടും സ്വർഗത്തിന്റെ രാജ്ഞിയായിട്ടും അംഗീകരിക്കുന്ന എന്റെ ഭവനത്തിൽ ജീവിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. പ്രിയപ്പെട്ടവളെ, വരൂ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. എന്റെ വസൂല, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. യേശു എഴുന്നേറ്റ് നിന്ന് എന്റെ ശിരസിൽ കരങ്ങൾ വെച്ച് എന്നെ അനുഗ്രഹിച്ചു. യേശുവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ അവിടുത്തെ പരിശുദ്ധ ശിരസിൽ കരങ്ങൾ വച്ചു. എന്നെ പഠിപ്പിക്കുന്നതിന് യേശുവെ, അങ്ങേക്ക് നന്ദി. വരൂ, നമുക്ക് എല്ലാം ഒരുമിച്ച് പങ്കുവയ്ക്കാം. നമ്മൾ നമുക്ക്. അതേ കർത്താവെ, നമ്മൾ നമുക്ക്. 12/5/1988. കർത്താവെ, ഇത് ഞാനാണ്. വസൂല, ഒരിക്കലും സംശയിക്കരുത്. സർവവും എന്നിൽ നിന്ന് വരുന്നു. സന്ദേശം എഴുതിയെടുക്കുക. യേശുവിന്റെ സന്നിധിയിലായിരിക്കുന്ന നിമിഷങ്ങളിൽ എനിക്ക് അനുഭവപ്പെടുന്ന വിറയലിനെയാണ് യേശു ഉദ്ദേശിച്ചത്. യേശുവിന്റെ ക്രൂശീകരണത്തിന്റെ ഏതാനും രംഗങ്ങൾ അവിടുന്ന് എനിക്ക് ദർശനത്തിലൂടെ കാണിച്ചു തന്നു. എങ്ങനെയാണ് അവിടുത്തെ ഓരോ തുള്ളി രക്തവും നമുക്ക് വേണ്ടി ചിന്തിയതെന്ന് അവിടുന്ന് എന്നെ കാണിച്ചു തന്നു. കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോഴുള്ള അതിദാരുണമായ വേദനയും അടിയേറ്റ് ചതഞ്ഞ മുറിവുകളിലുള്ള അവിടുത്തെ മുഖം കറുത്തു നീല നിറത്തിലായിരിക്കുന്നതും അവിടുന്ന് എന്നെ ദർശനത്തിൽ കാണിച്ചു. അവിടുത്തെ മുടി രക്തത്തിൽ കട്ട പിടിച്ചിരിക്കുന്നതും മുറിവേറ്റ നെറ്റിയും കണ്ണുകളിൽ നിറഞ്ഞ രക്തവുമെല്ലാം ഞാൻ ദർശിച്ചു. ഇതെല്ലാം നമുക്ക് വേണ്ടിയായിരുന്നു. ബലിപീഠമേ, എന്റെ സഭയെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനങ്ങളുടെ സമ്പൂർത്തീകരണത്തിന് വേണ്ടി നിന്റെ ജ്വാല ജ്വലിപ്പിച്ചു നിർത്തുക. പ്രിയപ്പെട്ടവരെ, ഒന്നിച്ചു വരിക. എന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുക. 16/5/1988. യേശുവേ, ഇത് ഞാനാണ്. വരൂ, എന്റെ പ്രബോധനങ്ങൾ നിന്റെ മനസ്സിൽ സൂക്ഷിക്കുക. നിനക്ക് വചനം പറഞ്ഞു തരുന്ന നിന്റെ ദൈവിക ഗുരുവാണ് ഞാൻ. വസൂല, കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ മനുഷ്യർക്ക് തികച്ചും നിഗൂഢമായ, അവർക്ക് അഗ്രാഹ്യമായ എന്റെ അനേകം ദൈവിക പ്രവൃത്തികൾ ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ കുഞ്ഞെ, ഈ ദൈവിക പ്രവൃത്തികൾ മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. അനേകർ എന്റെ ഈ പ്രവൃത്തികളോട് പ്രതികരിക്കുന്നില്ല. അതിന്റെ കാരണം തങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കർത്താവെ, മാറ്റം എന്ന വാക്കുകൊണ്ട് അങ്ങ് എന്താണ് അർത്ഥമാക്കുന്നത്? ഇക്കൂട്ടർ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോടും ലോകത്തോടും പറ്റിച്ചേർന്നിരിക്കുന്നു. തങ്ങൾ ആത്മീയരാണെന്ന് കരുതുന്നുണ്ടെങ്കിലും അവർ ആത്മീയരല്ല. കാരണം കണ്ണുകൊണ്ട് കാണുന്നതും ശരീരം കൊണ്ട് സ്പർശിച്ചറിയുന്നതുമായ കാര്യങ്ങളോട് ഇവർ പറ്റിച്ചേർന്നിരിക്കുന്നു. മർക്കടമുഷ്ടിക്കാരായ ഇക്കൂട്ടർ ആത്മീയമായി ഉണങ്ങി ജീവിക്കുന്നു. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവ ആകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. 1 കൊറിന്തോസ് 2:14. ദൈവിക പ്രവൃത്തികളെ നിഷേധിക്കുന്നവർ ആത്മീയരല്ല. ഗരബന്താളിലെയും മെഡ്ജുഗോറിയയിലെയും മെത്രാന്മാർ അവിടെ സംഭവിച്ച പരിശുദ്ധ മാതാവിന്റെ പ്രത്യക്ഷപ്പെടലുകളെ അംഗീകരിക്കാതെ അവയോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്റെ ദൈവികത അവരുടെ ഹൃദയങ്ങളിലേക്ക് ഞാൻ വർഷിക്കേണ്ടതിന് അവർ തങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുന്നില്ല. കൂടാതെ എന്റെ പ്രകാശത്തിൽ വസിക്കുന്നതിന് അവരെ തടയുന്ന അനേകം ഘടകങ്ങളുണ്ട്. ശിശുക്കളെപ്പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവർ അതിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഞാൻ അത് വീണ്ടും വീണ്ടും പറയും. നിഷ്കളങ്കരായിരിക്കുവിൻ, ശിശുവിനെ പോലെ വിശ്വസിക്കുക. അപ്പോൾ എന്റെ ദൈവിക പ്രകാശം നിന്നെ വലയം ചെയ്യും. ഒരു പുഷ്പം സൂര്യനെ നോക്കി വിടരുന്നത് പോലെ നീ എന്റെ പ്രകാശത്തിലേക്ക് നോക്കും. എന്റെ പ്രകാശം നിന്നിലേക്ക് വർഷിക്കുന്നതിന് നീ എന്നെ അനുവദിക്കുകയും ചെയ്യും. എന്റെ പ്രിയപ്പെട്ട മക്കളെ,
ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഗ്രഹിക്കുക. ഞാൻ നിങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നു. യേശുവേ, അങ്ങ് ഞങ്ങളെ തുടർന്നും പഠിപ്പിക്കുമോ? എനിക്ക് പറയുവാനുള്ളതെല്ലാം എഴുതപ്പെടും. ഞാൻ എപ്പോഴും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ചെവികളുള്ളവർ കേൾക്കട്ടെ. ഈ ദൈവിക സന്ദേശത്തിലൂടെ നിങ്ങളുടെ കർത്താവായ യേശുവായ ഞാനാണ് എന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്. ഞാൻ നിങ്ങളെ ഒരിക്കലും പരിത്യജിച്ചിട്ടില്ല. യേശു എന്നെ നോക്കി, വസൂല, ആത്മീയമായി പുരോഗതി പ്രാപിക്കുവാൻ ഞാൻ നിന്നെ പഠിപ്പിക്കും. പിന്നീട്, യേശുവേ, ഇത് ഞാനാണ്. വിശുദ്ധ ബൈബിളിലെ തിരുവചനങ്ങൾ മനസ്സിലാക്കാത്തവർക്കും അതിലെ പല ഭാഗങ്ങളും തെറ്റായി വ്യാഖ്യാനിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ബോധജ്ഞാനം നൽകുന്ന പല പുസ്തകങ്ങൾ ഒഴിവാക്കുകയും നിങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകുന്ന ജ്ഞാനസമ്പന്നമായ പല ഭാഗങ്ങൾ മാറ്റിക്കളയുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ പറയുന്ന ഉപമ ശ്രദ്ധിച്ചു മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുക. ഒരിക്കൽ ഒരു വിതക്കാരൻ തന്റെ വിസ്തൃതമായ വയൽ ഉഴുതുമറിച്ച് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു. ഏറ്റവും മേൽത്തരം ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി മേൽത്തരം ധാന്യവിത്തുകൾ അയാൾ തിരഞ്ഞെടുത്തു. ഗോതമ്പ് വിളഞ്ഞു. വളരെ സമൃദ്ധമായ വിളവെടുപ്പിന് സമയമായി. കൃഷിക്കാരന്റെ ശത്രു ഒരു വട്ടം കാക്കകളെ ഗോതമ്പ് വയലിലേക്ക് തുറന്നുവിട്ടു. വളരെ സ്നേഹത്തോടും ശ്രദ്ധയോടും കൂടി പരിപാലിച്ച ഗോതമ്പ് രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവനും ഭക്ഷണത്തിന് തികയുമായിരുന്നു. അപ്പോഴേക്കും ശത്രു തുറന്നുവിട്ട കാക്കക്കൂട്ടങ്ങൾ വയലിലെ പല ഭാഗത്തു നിന്നും കൊത്തിപ്പെറുക്കി തിന്നു. കൂടാതെ സാധിക്കുവോളം അവ ഗോതമ്പിന്റെ കതിരുകൾ നശിപ്പിക്കുകയും ചെയ്തു. കാക്കക്കൂട്ടങ്ങൾ ഗോതമ്പ് നശിപ്പിക്കുന്നത് കണ്ട കൃഷിക്കാരൻ തന്റെ വേലക്കാരെ വയലിലേക്ക് അയച്ച് കാക്കക്കൂട്ടങ്ങളെ ഓടിച്ചു കളഞ്ഞില്ലായിരുന്നെങ്കിൽ അവ അയാളുടെ ഗോതമ്പ് കൃഷി മുഴുവനും നശിപ്പിക്കുമായിരുന്നു. കർത്താവെ, ഈ ഉപമയുടെ അർത്ഥം വിശദീകരിച്ചു തരാമോ? വരൂ, ഞാൻ വിശദീകരിക്കാം. കർത്താവായ ഞാനാണ് വിതക്കാരൻ. കൊയ്ത്ത് എന്റെ വചനമായ വിശുദ്ധ ബൈബിളുമാണ്. ശത്രു സാത്താനാണ്. സാത്താന്റെ സ്വാധീനമുള്ള മനുഷ്യ വ്യക്തികളാണ് കാക്കക്കൂട്ടം. അവ അനേക വർഷങ്ങളിലായി ഇടയ്ക്കിടെ വന്ന് എന്റെ വചനമായ വിശുദ്ധ ബൈബിളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കൊത്തിപ്പെറുക്കിയെടുത്ത് എന്റെ വിളവ് നശിപ്പിക്കുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവായ ഞാൻ വീണ്ടും വീണ്ടും വന്ന് കാക്കക്കൂട്ടം കൊത്തിപ്പെറുക്കി കൊണ്ടുപോയത് മൂലം നഷ്ടമായിരിക്കുന്ന പ്രധാന ഭാഗങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നു. എന്റെ സഭയെ ഞാൻ അലങ്കരിക്കുകയും പുനരുദ്ധരിക്കുകയും ചെയ്യും. സൃഷ്ടികളെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സഭ മുഴുവനും നവീകരിക്കപ്പെടും. നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയ എന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സഭയെ അലങ്കരിക്കുകയും പരിപൂർണമാക്കുകയും ചെയ്യും. എന്നാൽ അതിനു മുമ്പായി പത്രോസിനെ, എന്റെ ആളുകളുടെ ഇടയനായ പത്രോസിനെ, എന്റെ സഭയുടെ അധിപനായി ഞാൻ കിരീടം ധരിപ്പിക്കും. ഞാൻ ശരീരത്തോടെ ഭൂമിയിലായിരുന്നപ്പോൾ ദേവാലയത്തിൽ പ്രവേശിച്ച് കച്ചവടക്കാരെ പുറത്താക്കിയതുപോലെ എന്റെ ബലത്തായ സത്യസന്ധത കൊണ്ട് എല്ലാ വഞ്ചകരെയും അടിച്ചു പുറത്താക്കും. ശക്തിയോടെ ഞാൻ എന്റെ സഭയിൽ പ്രവേശിക്കുകയും ധനത്തെ ആരാധിക്കുന്ന എല്ലാ വഞ്ചകരെയും അവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് സ്ഥാനഭ്രഷ്ടരാക്കും. പുതിയ ജെറൂസലേമിന് പ്രകാശം ദർശിക്കുവാൻ കഴിയേണ്ടതിന് ഞാൻ ജെറൂസലേമിൽ പ്രവേശിക്കും. എല്ലാ തടസ്സങ്ങളെയും ഞാൻ തുടച്ചു നീക്കുകയും വാതിൽ തുറന്നിടുകയും ചെയ്യും. എന്റെ വസൂല, ഇതിനെ എന്റെ സഭയുടെ ഭീകരമായ ദുരിത കാലഘട്ടം എന്ന് വിളിക്കപ്പെടും. അതിനുശേഷം ഞാൻ പത്രോസിന്റെ കയ്യിൽ ഇരുമ്പ് കൊണ്ടുള്ള അംശവടി കൊടുക്കും. അതുപയോഗിച്ച് അവൻ എന്റെ ആടുകളെ മേയ്ക്കും. ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയാത്തവർ ചോദിക്കും, എന്തിനാണ് നമുക്ക് ഒരു ഇടയൻ? അവർക്കുള്ള എന്റെ മറുപടി ഇതാണ്: ഇടയനില്ലാത്ത ഏതെങ്കിലും ആട്ടിൻകൂട്ടത്തെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനാണ് നിങ്ങളുടെ സ്വർഗീയ ഇടയൻ. എന്റെ മടങ്ങി വരവ് വരെ എന്റെ ആടുകളെ പരിപാലിക്കുവാൻ ഞാൻ പത്രോസിനെ തിരഞ്ഞെടുത്തു. അവന് ഞാൻ അതിനുള്ള ഉത്തരവാദിത്വം നൽകി. പിന്നെ എന്തിനാണ് ഈ വിവാദങ്ങൾ? എന്തിനാണ് വ്യർത്ഥമായ ഈ തർക്കങ്ങൾ? എന്റെ വചനങ്ങളെക്കുറിച്ച് ഇപ്പോഴും യാതൊന്നും അറിയാത്തവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ തിരുവചനം വായിക്കുവിൻ. എന്റെ ശിഷ്യനായ യോഹന്നാൻ എഴുതിയ എന്റെ സുവിശേഷത്തിൽ ഇതിനുള്ള ഉത്തരവുണ്ട്. വിശുദ്ധ യോഹന്നാൻ 21 അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. അതിനുശേഷം എന്റെ സഭയെ ഞാൻ ഐക്യപ്പെടുത്തും. എന്റെ കരങ്ങളാൽ നിങ്ങളെ വലയം ചെയ്ത് ഒറ്റ ആട്ടിൻ തൊഴുത്തിൽ ഞാൻ നിങ്ങളെ ഒന്നിച്ചു കൂട്ടും. ഇപ്പോൾ നിങ്ങൾ ചിതറിക്കപ്പെട്ട് അനേകം സഭാവിഭാഗങ്ങളായി രൂപം കൊണ്ട് വിഭജിത വിഭാഗങ്ങളായി തീർന്നിരിക്കുന്നു. എന്റെ ശരീരമായ സഭയെ നിങ്ങൾ കീറിമുറിച്ച് കഷ്ണങ്ങളാക്കിയിരിക്കുന്നു. ഇത് ഇങ്ങനെ തുടരുക സാധ്യമല്ല. ഞാൻ നിങ്ങളെല്ലാവരെയും ഐക്യപ്പെടുത്തും. കത്തോലിക്കരെയും ഓർത്തഡോക്സുകാരെയും പ്രൊട്ടസ്റ്റന്റുകാരെയും മറ്റു സഭാവിഭാഗങ്ങളെയും ഐക്യപ്പെടുത്തുമെന്നാണ് യേശു ഇവിടെ അർത്ഥമാക്കുന്നത്. പത്രോസിന്റെ നേതൃത്വത്തിന് കീഴിലേക്ക് കർത്താവ് തന്നെ നമ്മളെല്ലാവരെയും ഒന്നിച്ചു കൂട്ടും. ഹൃദയങ്ങളിലുള്ള ഐക്യമാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. പത്രോസ് എന്ന് യേശു പറയുന്നത് പത്രോസിന്റെ പിന്തുടർച്ചക്കാരനായ മാർപ്പാപ്പയെയാണ്.
അതിനുശേഷം ഞാനും പത്രോസും ഒന്നിച്ച് പ്രവർത്തിക്കും. എൻ്റെ സഭയുടെ അദൃശ്യ ഘടകങ്ങളെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. എൻ്റെ മക്കളെ പഠിപ്പിക്കുവാൻ അവൻ പ്രാപ്തനാകേണ്ടതിന് എൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ ഞാൻ അവന് വെളിപ്പെടുത്തി കൊടുക്കും. ഈ പുതിയ പ്രബോധനത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണും. എൻ്റെ ശ്രീകോവിലായ എൻ്റെ സഭയുടെ മതിലുകളെ ഞാൻ പുനർനിർമ്മിക്കും. അല്ലയോ വസൂല, വളരെയധികം അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടതുണ്ട്. നിന്നെ ഉപയോഗപ്പെടുത്തുവാൻ എന്നെ അനുവദിക്കുക. ഉവ്വ് കർത്താവേ, ഇക്കാര്യത്തിനാവശ്യമായ ശക്തി എനിക്ക് നൽകണമേ. ആമേൻ. എന്റെ ബലിപീഠമായ നിന്നിലെ ജ്വാല ജ്വലിച്ചു നിൽക്കേണ്ടതിന് എന്റെ വിരൽ നിന്റെ ഹൃദയത്തെ തൊടട്ടെ. നീ പരമശൂന്യതയാണെങ്കിലും ദൈവമായ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം നിറവേറ്റുവാൻ ആവശ്യമായ ശക്തി ഞാൻ നിനക്ക് നൽകും. നീ നിരാശപ്പെടരുത്, ക്ഷമയോടെ കാത്തിരിക്കുക. അധികം താമസിയാതെ നീ വീട്ടിലേക്ക് എന്റെ അടുക്കിലേക്കെത്തും, ഞങ്ങളുടെ അടുക്കിലേക്കെത്തും. പരിശുദ്ധ മറിയവും യേശുവിനോടൊപ്പമുണ്ടായിരുന്നു. ഞങ്ങളുടെ സമാധാനം സ്വീകരിക്കുക. എന്റെ സഭയിൽ സംഭവിക്കാനിരിക്കുന്ന നവീകരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ഞാൻ നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്നു. നമുക്ക് അതേ കർത്താവേ, എന്നേക്കും നമുക്ക് വരൂ. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.